जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മള് ചൈതന്യ ചരിതാമൃതം, അതായത് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ജീവചരിത്രം ആദ്യമായിട്ട് എഴുതിയ വ്യക്തിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. കാരണം വൃന്ദാവൻ ദാസ് ഠാക്കൂറാണ് ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് ആദ്യമായിട്ട് മഹാപ്രഭുവിന്റെ ജീവചരിത്രം എഴുതിയത്. അദ്ദേഹത്തെ വിസ്മരിക്കുന്നത് നമുക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യില്ല. വൃന്ദാവൻ ദാസ് ഠാക്കൂർ വ്യാസദേവന്റെ അവതാരമായിട്ടാണ് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ചൈതന്യ ചരിതാമൃതത്തിലെ ഗ്ലോറിഫൈ ചെയ്യുന്നത്. അതുപോലെ കൃഷ്ണന്റെ സഖാവായി കുസുമ പീഡയാണ് വൃന്ദാവൻ ദാസ് ഠാക്കൂർ എന്ന് പറയുന്നുണ്ട്. വൃന്ദാവൻ ദാസ് ഠാക്കൂറിന്റെ പിതാവ് വൈകുണ്ഠനാഥൻ, അദ്ദേഹം ശ്രീഹട്ടയിലുള്ളവരാണ്. അമ്മ നാരായണി ദേവി. നാരായണി ദേവിയും ശ്രീവാസ പണ്ഡിറ്റിന്റെ പത്നി മാലിനി ദേവി, ഇവര് സഹോദരികളാണ്. അതായത് കൃഷ്ണലീലയിലെ ഗോലോകധാമത്തില് കിളിംബിക എന്ന് പറയുന്ന ഒരു നേഴ്സാണ് വൃന്ദാവൻ ദാസ് ഠാക്കൂറിന്റെ അമ്മ നാരായണി ദേവി. ആ കിളിംബികയുടെ സഹോദരി അംബികയാണ് ശ്രീവാസ ഠാക്കൂറിന്റെ പത്നി മാലിനി ദേവിയായിട്ട് അവതരിച്ചിരിക്കുന്നത്. നാരായണി ദേവിക്ക് കേവലം 4 വയസ്സുള്ളപ്പോൾ മഹാപ്രഭുവിന്റെ ഉച്ഛിഷ്ടം ഭക്ഷിക്കാനുള്ള ഭാഗ്യം കിട്ടി. ഇപ്പം മഹാപ്രഭു നാരായണി ദേവിയെ ഇതുപോലൊരു മകന് ജന്മം കൊടുക്കാനായിട്ട് നാരായണി ദേവിയെ പ്രാപ്തയാക്കിയായിരുന്നു ശ്രീ ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നുണ്ട്. കാരണം മഹാപ്രഭു സ്വയം ശ്രീകൃഷ്ണ ഭഗവാനാണ്. ഭഗവാനെ കുറിച്ച് എഴുതണമെങ്കിൽ ആ ഭഗവാനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയായിരിക്കണം, അല്ലാതെ സാധാരണ ആൾക്കാർക്ക് ഭഗവാനെ കുറിച്ചിട്ട് എഴുതാൻ സാധിക്കില്ല. അപ്പൊ അതിനുവേണ്ടി നാരായണിയെ പ്രാപ്തയാക്കിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉച്ഛിഷ്ടം പതിവായിട്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ശ്രീ ചൈതന്യ മഹാപ്രഭു സങ്കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള എക്സ്റ്റസിയോടെ നാരായണിയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഭഗവാന്റെ തിരുനാമം ജപിക്കുമെന്ന്. അപ്പൊ നാരായണി ദേവി ആ കുട്ടിയായിരുന്നെങ്കിലും ഭക്തിയുടെ ആവേശത്താല് ഹരേ കൃഷ്ണ ജപിച്ചുകൊണ്ട് ആനന്ദ നൃത്തം ചെയ്യുകയും കരയുകയും പൊട്ടിച്ചിരിക്കുകയും ഒക്കെ ചെയ്തു. പിന്നീട് ആ കുട്ടി അവിടെ മൂർച്ഛിച്ചു വീണു. പിന്നീട് വിവാഹമൊക്കെ കഴിഞ്ഞു, വലുതായി വിവാഹമൊക്കെ കഴിഞ്ഞു. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് വൈകുണ്ഠനാഥൻ മരണപ്പെട്ടു. പിന്നീട് ആരും ആശ്രയമില്ലാതെ വാസുദേവദത്തയുടെ ഭവനത്തിൽ അഭയം തേടി നാരായണി ദേവി. വാസുദേവദത്ത മകളെ പോലെ പരിപാലിച്ചു നാരായണി ദേവിയെ. പിന്നെ വൃന്ദാവൻ ദാസ് ഠാക്കൂറിന് ജന്മം കൊടുക്കുകയും ചെയ്തു. അപ്പം തൊട്ടടുത്ത് തന്നെയാണ് ശ്രീവാസ പണ്ഡിറ്റും പത്നി മാലിനി ദേവിയും താമസിച്ചിരുന്നത്. അവരെ ഒരു വിലപിടിപ്പുള്ള രത്നത്തെ എങ്ങനെയാണോ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, അതുപോലെയാണ് വൃന്ദാവൻ ദാസ് ഠാക്കൂറിനെ അവര് വളർത്തിക്കൊണ്ടുവന്നത്. വാസുദേവദത്തയും ശ്രീവാസ ഠാക്കൂറും മാലിനി ദേവിയും കൂടി വൃന്ദാവൻ ദാസ് ഠാക്കൂറിനെ പഠിപ്പിക്കുകയും എല്ലാം ചെയ്തു. ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. വൃന്ദാവൻ ദാസ് ഠാക്കൂറിന് മഹാപ്രഭു സന്യാസ ദീക്ഷ എടുത്ത് 4 വർഷം കഴിഞ്ഞപ്പോഴാണ് വൃന്ദാവൻ ദാസ് ഠാക്കൂർ ജനിക്കുന്നത്. വൃന്ദാവൻ ദാസ് ഠാക്കൂറിന് 16 വയസ്സ് ഉള്ളപ്പോൾ നിത്യാനന്ദ പ്രഭുവിൽ നിന്നും ദീക്ഷ സ്വീകരിച്ചു. നിത്യാനന്ദ പ്രഭുവിന്റെ ഒരു ലാസ്റ്റ് ഡിസൈപ്പിളായിട്ടാണ് വൃന്ദാവൻ ദാസ് ഠാക്കൂറിനെ കണക്കാക്കുന്നത്. ഇവരൊക്കെ മാംഗച്ചിയിലാണ് വൃന്ദാവൻ ദാസ് ഠാക്കൂറിന്റെ തറവാട്. അവിടെ ഇപ്പോഴും വൃന്ദാവൻ ദാസ് ഠാക്കൂറിന്റെ ശ്രീപാദമുണ്ട്. വൃന്ദാവൻ ദാസ് ഠാക്കൂർ ആരാധിച്ചിരുന്ന ഗൗർനിത്തായി ഡെയ്റ്റി അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കല് നിത്യാനന്ദ പ്രഭുവിന്റെ അനുയായികളും കൂടി ദേനൂരില് സങ്കീർത്തനം ചെയ്ത് അവിടെ എത്തി. അപ്പൊ അവിടെ നിത്യാനന്ദ പ്രഭുവിന്റെ ശിഷ്യനായിട്ടുള്ള
രാമഹരി ചക്രവർത്തി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടുത്തെ ജന്മിയായിരുന്നു. അപ്പം രാമഹരി ചക്രവർത്തിയെ കണ്ടു നിത്യാനന്ദ പ്രഭു അനുയായികളും സങ്കീർത്തനം ചെയ്തു വരുന്നത് കണ്ടിട്ട് അദ്ദേഹം ഓടിപ്പോയി നിത്യാനന്ദ പ്രഭുവിനെ നമസ്കരിക്കുകയും അദ്ദേഹത്തിനോട് തൻ്റെ വീട്ടിൽ വന്ന് പ്രസാദം സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പം നിത്യാനന്ദ പ്രഭു പറഞ്ഞു, ഞങ്ങൾ ഇത്രയും പേരുണ്ട്, ഇത്രയും പേരെ ഉൾക്കൊള്ളാനുള്ള ആ കഴിവെന്ന് എനിക്കില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്താൽ മതി, ഞങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള അരിയും അതുപോലെ കുറച്ച് ചീരയും തന്നാൽ ഇവരാരെങ്കിലും പ്രസാദം ഉണ്ടാക്കി അത് ഭഗവാന് കൊടുത്തിട്ട് ഞങ്ങളത് ഭക്ഷിച്ചു കൊള്ളാമെന്ന്. അങ്ങനെ രാമഹരി അരിയും ചീരയും അതിന് വേണ്ടുന്ന കിച്ചടിയാണ് അവരുണ്ടാക്കിയത്. കിച്ചടി ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം കൊടുത്തു. അങ്ങനെ അവരത് കിച്ചടി പാകം ചെയ്ത് ഭഗവാന് ഓഫർ ചെയ്ത് ഭക്ഷിച്ചു. അപ്പോൾ വൃന്ദാവൻ ദാസ് ഠാക്കൂറും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നിത്യാനന്ദ പ്രഭു ഹരിതകി പഴം ചോദീശയിൽ നിന്നും ഹരിതകി പഴം എടുത്തിട്ട് നിത്യാനന്ദ പ്രഭുവിന് കൊടുത്തു. അപ്പൊ നിത്യാനന്ദ പ്രഭുവിന് അത്ഭുതമായി, ഇതെങ്ങനെ നിനക്ക് കിട്ടിയെന്ന് നിത്യാനന്ദ പ്രഭു അന്വേഷിച്ചു. അപ്പൊ വൃന്ദാവൻ ദാസ് ഠാക്കൂർ പറഞ്ഞു, ഞാൻ രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയതാണ്, ഞാനത് എൻ്റെ കീശയിൽ സൂക്ഷിച്ചു വെച്ചു, എനിക്കറിയാം അങ്ങത് ആവശ്യപ്പെടുമെന്നുള്ളത്. അപ്പം നിത്യാനന്ദ പ്രഭു വളരെ ക്രുദ്ധനായി. എന്നിട്ട് പറഞ്ഞു, നമ്മളൊക്കെ പരിത്യാഗികളാണ്, പരിത്യാഗികൾ ഇങ്ങനെ ഒരിക്കലും നാളത്തേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ പാടില്ല. ഭഗവാന്റെ കൃപയെ പരിപൂർണമായിട്ടും ആശ്രയിച്ചിട്ട് വേണം ഒരു പരിത്യാഗി തൻ്റെ ജീവിതം നയിക്കാൻ. കാരണം ഭൗതികമായിട്ടുള്ളതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഭക്തിമാർഗത്തിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ നാളെയൊക്കെ എന്നുള്ള ചിന്ത നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല. എല്ലാം ഭഗവാന്റെ ഇച്ഛ പോലെ നടന്നുകൊള്ളും എന്നൊരു പരിപൂർണ വിശ്വാസത്തിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് ഇപ്പം വൃന്ദാവൻ ദാസ് ഠാക്കൂറിനോട് പറഞ്ഞു, നീ ഇനിയും എൻ്റെ കൂടെ വരണ്ട, ഇവിടെ തന്നെ നിന്നാ മതി, ദേനൂരിൽ തന്നെ നീ താമസിക്കുക, ഇവിടെ ഇരുന്ന് നീ ഭജനം ചെയ്യൂ എന്ന്. അങ്ങനെ വൃന്ദാവൻ ദാസ് ഠാക്കൂറിന് ഇത് കേട്ടപ്പോൾ വളരെയധികം സങ്കടമായി. കാരണം തൻ്റെ ഗുരുവിൻ്റെ കൂടെ യാത്ര ചെയ്യാനാണ് വൃന്ദാവൻ ദാസ് ഠാക്കൂർ ഇഷ്ടപ്പെട്ടത്. പക്ഷേ നിത്യാനന്ദ പ്രഭു ഈ ഒരൊറ്റ കാരണത്താൽ അത് തടഞ്ഞു. പിന്നീട് ആ ഹരിതകി പഴം അത് വീണെടുത്ത് അത് ആ വായിലുണ്ടായിരുന്ന പഴം ചവച്ചിറക്കിയിട്ട് അതിൻ്റെ ആ കുരു അത് പുറത്തേക്ക് കളഞ്ഞ് അത് വീണ സ്ഥലത്ത് അത് പെട്ടെന്ന് അത് പൊട്ടിമുളച്ചൊരു മരമായിട്ട് മാറി. ഇന്ന് നമുക്ക് ദേനൂരിൽ ചെന്ന് കഴിഞ്ഞാൽ ആ വൃക്ഷം നമുക്ക് കാണാൻ സാധിക്കും. അത് പൂത്ത് തളിർത്ത് എപ്പോഴും നിൽക്കുന്നുണ്ട്. അത് തന്നെയുമല്ല, വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിത്യാനന്ദ പ്രഭുവിൻ്റെ തൃപ്പാദം പതിഞ്ഞ സ്ഥലവും നമുക്ക് കാണാൻ സാധിക്കും. ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആ ജീവചരിത്രം രേഖപ്പെടുത്തണമെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു സാധാരണ വ്യക്തിക്ക് അത് സാധിക്കില്ല. ഒരിക്കലും ശ്രീല പ്രഭുപാദനോട് ഒരാൾ ചോദിച്ചു, അങ്ങേക്ക് എങ്ങനെയാണ് ഇത്രയധികം ഗ്രന്ഥങ്ങൾ ഈ വയസ്സുകാലത്ത് എഴുതാൻ സാധിച്ചത് എന്നതിന് ശ്രീല പ്രഭുപാദൻ പറഞ്ഞ മറുപടി ഇതാണ്, ഇത് ഞാനല്ല എഴുതിയത്, കൃഷ്ണൻ സ്വയം വന്നു നിന്ന് എനിക്ക് പറഞ്ഞു തന്നു, ഞാനത് ഡിക്റ്റേറ്റ് ചെയ്യുകയാണ് ചെയ്തത്, അത് മാത്രമേ ഉള്ളൂ, അല്ല ഞാനൊരു ഉപകരണം മാത്രം, എനിക്കിത് എഴുതാൻ പറഞ്ഞു തന്നതെല്ലാം ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. അതുപോലെയാണ് ഇവിടെ വൃന്ദാവൻ ദാസ് ഠാക്കൂറിന് ഭഗവാൻ മഹാപ്രഭുവിൻ്റെ ജീവചരിത്രം, മഹാപ്രഭുവിൻ്റെ ആ കൃപ ആവേശിച്ച് വൃന്ദാവൻ ദാസ് ഠാക്കൂറിൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ചതാണ്. അങ്ങനെയാണ് വൃന്ദാവൻ ദാസ് ഠാക്കൂറിനെ മഹാപ്രഭുവിനെ കുറിച്ച് എഴുതാൻ സാധിച്ചത്. വൃന്ദാവൻ ദാസ് ഠാക്കൂറിന്റെ സമാധി വൃന്ദാവനത്തിലെ മഹാപ്രഭുവിന്റെ 64 ശിഷ്യരുടെ സമാധിയുണ്ട്. അക്കൂട്ടത്തിൽ നമുക്ക് വൃന്ദാവൻ ദാസ് ഠാക്കൂറിന്റെ സമാധിയും കാണാൻ സാധിക്കും. വൈശാഖ മാസത്തിലെ കൃഷ്ണ ദശമിയിലാണ് അദ്ദേഹം ഈ ഭൗതിക ശരീരം ഉപേക്ഷിക്കുന്നത്. വൃന്ദാവൻ ദാസ് ഠാക്കൂർ അദ്ദേഹം എഴുതിയ ഗ്രന്ഥത്തിന്റെ പേര് ചൈതന്യ മംഗളം എന്നാണ്. പിന്നീട് ലോചനദാസ് ഠാക്കൂർ മഹാപ്രഭുവിന്റെ ചരിത്രം ചൈതന്യമംഗളം എന്ന പേരിൽ എഴുതി. അപ്പോൾ വൃന്ദാവൻ ദാസ് ഠാക്കൂർ ലോചനദാസ് ഠാക്കൂറിനോടുള്ള ബഹുമാനം കൊണ്ട് തൻ്റെ ഗ്രന്ഥത്തിന്റെ പേര് മാറ്റി ചൈതന്യ ഭാഗവതം എന്നാക്കി. ആ ചൈതന്യ ഭാഗവതത്തില് വൃന്ദാവൻ ദാസ് ഠാക്കൂർ മഹാപ്രഭുവിന്റെ അവതാരം മുതൽ, അതായത് മഹാപ്രഭു 48 വർഷമാണ് ഈ ഭൗതിക ലോകത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 24 വർഷം ഗൃഹസ്ഥ ജീവിതവും 24 വർഷം സന്യാസ ജീവിതവുമായിരുന്നു. അപ്പം അവതാരം മുതൽ ഗൃഹസ്ഥ ജീവിതം, അതായത് 24 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ
വളരെ വിശദമായിട്ട് ചൈതന്യ ഭാഗവതത്തില് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എഴുതി വന്നപ്പോൾ വൃന്ദാവൻ ദാസ് ഠാക്കൂറിന് തോന്നി, ഇത് ഞാൻ ബാല്യലീല എഴുതിയപ്പോൾ തന്നെ ഇത്രയധികം വലുതായി ഗ്രന്ഥം, അപ്പം ഞാൻ ഇനിയും, അതായത് സന്യാസം എടുത്തതിന് ശേഷം 6 വർഷം മഹാപ്രഭു ഈ പര്യടനത്തിലായിരുന്നു. ഭാരതം ഒട്ടുക്കും നടന്ന് ഓരോ തീർത്ഥസ്ഥലങ്ങളിൽ സന്ദർശിക്കുകയായിരുന്നു ഈ 6 വർഷം. അതിനുശേഷം ജഗന്നാഥപുരിയിൽ സ്ഥിരമായിട്ട് ഉണ്ടായിരുന്നു. അപ്പം ഇതും ഇനി 6 വർഷത്തെ കാര്യങ്ങളും കൂടി എഴുതി മഹാപ്രഭു ഈ ഭൗതിക ശരീരം മഹാപ്രഭു ഈ ഭൗതിക ലോകം ഉപേക്ഷിച്ച സ്വധാമത്തിലേക്ക് തിരിച്ചു പോകുന്നത് വരെയുള്ള കാര്യങ്ങൾ എഴുതുമ്പോഴേക്കും ഈ ഗ്രന്ഥം ചിന്തിക്കാവുന്നതിലപ്പുറം ബൃഹത്തായിരിക്കും. അത് കാരണം വൃന്ദാവൻ ദാസ് ഠാക്കൂർ 24 വയസ്സ് വരെയുള്ള ലീലകൾ വളരെ വിപുലമായിട്ട് വിശദമായിട്ട് ചൈതന്യ ഭാഗവതത്തിൽ രേഖപ്പെടുത്തി. അതിനുശേഷമുള്ള കാര്യങ്ങൾ, അതായത് അന്ത്യലീല, ഇത് അന്ത്യഖണ്ഡമെന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ചൈതന്യ ചരിതാമൃതത്തില് ആദിലീല, മധ്യലീല, അന്ത്യലീല, ഇങ്ങനെ 3 ഭാഗങ്ങളാണ്. ചൈതന്യ ഭാഗവതത്തിലെ ആദിഖണ്ഡ, മധ്യഖണ്ഡ, അന്ത്യഖണ്ഡ എന്നിങ്ങനെയാണ് അത് അറിയപ്പെടുന്നത്. അപ്പൊ ആദിഖണ്ഡയും മധ്യഖണ്ഡയും വളരെ വിശദമായിട്ട് എഴുതി, അന്ത്യഖണ്ഡ വളരെ ചുരുക്കിയാണ് എഴുതിയത്. എന്നിട്ട് തന്നെ 7 ഭാഗങ്ങളാണ് ചൈതന്യ ഭാഗവതം. വളരെ വലിയ ബുക്കുകളാണ്. അതുകൊണ്ടാണ് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ചൈതന്യ ചരിതാമൃതത്തില് ആദിലീലയും മധ്യലീലയും വളരെ ചുരുക്കി പ്രതിപാദിച്ചു, അന്ത്യലീല വളരെ വിശദമായിട്ട് വിവരിക്കുകയും ചെയ്തത്. കാരണം വൃന്ദാവൻ ദാസ് ഠാക്കൂറിനോടുള്ള ബഹുമാനം കൊണ്ടാണ്. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിയെ കുറിച്ച് മനസ്സിലാക്കാം. വൃന്ദാവൻ ദാസ് ഠാക്കൂറിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. ഇനി നമുക്ക് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി. കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി കട്ടുവായിലാണ് ജനിക്കുന്നത്. അദ്ദേഹം ദീക്ഷ എടുത്തത് രഘുനാഥ് ദാസ ഗോസ്വാമിയിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചു. കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിക്ക് ഒരു സഹോദരനുണ്ടായിരുന്നു, ശ്യാമദാസ് ഗോസ്വാമി. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറയുന്നുണ്ട്, കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിയുടെ പേരൻസിനെ കുറിച്ച്, അതായത് അച്ഛനമ്മമാരെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ലഭ്യമല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം വേറെ ഏതോ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി കൃഷ്ണദാസിന്റെ അച്ഛനമ്മമാര് ഭഗീരഥനും സുനന്ദയുമായിരുന്നു എന്ന് ഒരു ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ചൈതന്യ ചരിതാമൃതത്തിൽ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി തന്നെ പറ്റി വളരെ വിപുലമായിട്ടൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം ജനിച്ചത് ജമാത്പുര എന്ന സ്ഥലത്താണ്, ബംഗാളിലെ കട്ടുവയിലെ, അതായത് ബുർദ്വാൻ ജില്ലയിലെ കട്ടുവ ബ്ലോക്കിലെ ജമാത്പുരയിലാണ് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ജനിച്ചിരിക്കുന്നത്. ഇന്നും നമുക്ക് ആ സ്ഥലത്ത് എന്നാൽ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ആരാധിച്ചിരുന്ന ഗൗർനേത്തായുടെ വിഗ്രഹം നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കല് ചൈതന്യ ചരിതാമൃതം എഴുതാനുണ്ടായ സാഹചര്യം പറയാം. ഒരിക്കല് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിയുടെ ഭവനത്തില് 24 മണിക്കൂർ സങ്കീർത്തനം നടക്കുകയായിരുന്നു. ആ സമയത്ത് ധാരാളം ആൾക്കാർ അവിടെ ഒത്തുകൂടിയിട്ടുണ്ട് സങ്കീർത്തനത്തിന് വേണ്ടിയിട്ട്. ആ സമയം നിത്യാനന്ദ പ്രഭുവിന്റെ ഭക്തനായിട്ടുള്ള മീനകേതന രാംദാസ് അവിടെ എത്തി അദ്ദേഹം വീടിന്റെ ഉള്ളിലേക്ക് കയറാതെ പുറത്തവിടെ ഇരിക്കുകയായിരുന്നു. അപ്പം അവിടെ ഉള്ളവരൊക്കെ ഇദ്ദേഹം ശുദ്ധഭക്തനാണ്.
അപ്പൊ എല്ലാവരും വന്ന് അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചു. പക്ഷേ അവിടെ വിഗ്രഹാരാധനയിൽ ഏർപ്പെട്ടിരുന്ന ഗുണാർണവ മിശ്ര വന്നില്ല. കാരണം അദ്ദേഹം ഭഗവാന്റെ സേവയിലായിരുന്നു. അപ്പൊ ഇത് മീനകേതന്റെ രാംദാസിനൊട്ടും ഇഷ്ടമായില്ല. അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് ഈ ഗുണാർണവ മിശ്രയെ ശകാരിച്ചു. പക്ഷെ ഗുണാർണവ മിശ്ര ഇത് കേട്ടെങ്കിലും അദ്ദേഹം ഒന്നുമേ മിണ്ടിയില്ല. ഗുണാർണവ മിശ്ര മഹാപ്രഭുവിനെയാണ് ആരാധിച്ചിരുന്നത്. നിത്യാനന്ദ പ്രഭുവിനോട് അത്ര വലിയ പിടുത്തമില്ല. പക്ഷെ അദ്ദേഹം ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ടിരുന്ന കാരണം തന്നെ ശാസിച്ചിട്ട് അദ്ദേഹം ഒന്നും മിണ്ടാതെ. കാരണം മീനകേതന രാംദാസ് ഒരു ശുദ്ധഭക്തനാണ്. അപ്പൊ ശുദ്ധഭക്തന്മാര് നമ്മളെ ചാസ്റ്റിസൈസ് ചെയ്താൽ, അതായത് ശകാരിച്ചാൽ, നമ്മളത് മേഴ്സി ആയിട്ട്, അവരുടെ കൃപയായിട്ട് വേണം നമ്മളത് കണക്കാക്കാൻ. അതുകൊണ്ട് ഗുണാർണവ മിശ്ര ഒന്നുമേ മിണ്ടിയില്ല. പൂജ കഴിഞ്ഞു ഗുണാർണവ മിശ്ര തൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. മീനകേതന് രാംദാസിനെ കണ്ട ഭാവമേ വെച്ചില്ല. അപ്പം കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിയുടെ സഹോദരൻ ശ്യാംദാസും മഹാപ്രഭുവിൻ്റെ ഭക്തനാണ്. പക്ഷെ നിത്യാനന്ദ പ്രഭുവിനെ അത്ര വലിയ കോളില്ല. അപ്പൊ ഇത് കണ്ടിട്ട് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി തൻ്റെ സഹോദരനെ ശാസിച്ചു. ഇത് പാടില്ല. കാരണം ശ്രീ ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവും സാക്ഷാൽ കൃഷ്ണനും ബലരാമനുമാണ്. അപ്പൊ ഗൗർനിത്തായ തമ്മിൽ നമ്മൾ ഒരിക്കലും വ്യത്യാസം കാണാൻ പാടില്ല. രണ്ടുപേരും ഒരേ നിലവാരത്തിലുള്ളവരാണ്. കൃഷ്ണനും ബലരാമനും ഒന്നു തന്നെയാണ്. അവര് രണ്ട് ശരീരമാണെന്നേ ഉള്ളൂ. അവര് ഒന്നു തന്നെയാണ്. ആ തരത്തിൽ വേണം നമ്മൾ ഗൗർനിത്തായിയെ കണക്കാക്കാൻ. ഇവർ തമ്മിലെ വ്യത്യാസം കാണിക്കുന്നത് അപരാധമാണ് എന്ന് പറഞ്ഞ് സഹോദരനെ ശാസിച്ചു. അപ്പൊ മീനകേതന രാംദാസ് ഗുണാർണവ മിശ്ര പോയി കഴിഞ്ഞപ്പോൾ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട്, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഓടക്കുഴൽ ഉണ്ടായിരുന്നു. നമ്മൾ അഭിരാം ഗോപാലിന്റെ കാര്യം പറഞ്ഞ പോലെ ഇദ്ദേഹം ആ ഓടക്കുഴൽ വെച്ചിട്ട് ആൾക്കാരെയൊക്കെ ഇങ്ങനെ അടിക്കുമായിരുന്നു. അവരെ ചിലപ്പോൾ സ്പർശിക്കുകയും ഈ ഓടക്കുഴലിൽ കൊണ്ട് അവരെ അടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അദ്ദേഹം ആ ഓടക്കുഴൽ അവിടെ പൊട്ടിച്ചിട്ടിട്ട് മീനകേതന രാംദാസ് അവിടെ നിന്ന് പോയി. അപ്പൊ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിന് വിഷമമായി. അദ്ദേഹം തൻ്റെ സഹോദരനെ വീണ്ടും ശാസിച്ചു. ഇങ്ങനെ ചെയ്തത് കൊണ്ട് നിന്റെ ഭക്തി നശിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞു. ശ്യാംദാസിന്റെ ഭക്തി നശിക്കുകയും ചെയ്തു. അപ്പൊ അന്ന് രാത്രിയിൽ സ്വപ്നത്തില് നിത്യാനന്ദ പ്രഭു വന്നിട്ട് പറഞ്ഞു, നീ കാര്യങ്ങളൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ട. ഒരു കാര്യം ചെയ്യും, നീ ഇപ്പോൾ തന്നെ നീ വൃന്ദാവനത്തിലേക്ക് പോകും. ഇത് നിനക്കൊരു അവസരമാണ്. കാരണം നിനക്ക് വൃന്ദാവനത്തിൽ ചെന്നിട്ട് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. അപ്പോൾ നീ ഉടൻ തന്നെ വൃന്ദാവനത്തിലേക്ക് പൊയ്ക്കൊള്ളാന് നിത്യാനന്ദ പ്രഭു കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിയോട് ആവശ്യപ്പെട്ടു. ഈ കവിരാജ് എന്നുള്ള പേര് കൊടുത്തത് ജീവ ഗോസ്വാമിയാണ്. അദ്ദേഹത്തിന്റെ ഭക്തിയിലും അതുപോലെ ഗ്രന്ഥങ്ങൾ രചിക്കുന്നതിലും അത് ചർച്ച ചെയ്യുന്നതിലും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിലും ഉള്ള കഴിവ് കണ്ടിട്ട് ജീവ ഗോസ്വാമിയാണ് അദ്ദേഹത്തിനെ കൃഷ്ണദാസ് കവിരാജ എന്ന് സംബോധന ചെയ്തത്. ശ്രീല പ്രഭുപാദര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. വൃന്ദാവൻ ദാസ് ഠാക്കൂർ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി വൃന്ദാവനത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ഒരു പുതിയ മനുഷ്യനായിട്ട് മാറി എന്നാണ് പറയുന്നത്. കാരണം പരിപൂർണമായിട്ട് പരിത്യാഗിയായി. അദ്ദേഹത്തിന്റെ ആ കുടുംബ ജീവിതത്തെ കുറിച്ചിട്ട് ഒന്നുമേ ഓർമ്മയില്ല എന്ന് പറയുന്നുണ്ട്. പരിപൂർണമായിട്ട് ഭഗവാനില് നിമഗ്നനായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മഹാപ്രഭുവിന്റെ ജീവചരിത്രം രേഖപ്പെടുത്താൻ സാധിച്ചത് എന്ന് ശ്രീല പ്രഭുപാദര് പറയുന്നുണ്ട്. ഈ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി കസ്തൂരി മഞ്ചരിയാണ്. ചിലര് പറയുന്നുണ്ട് രത്നരേഖ മഞ്ചരിയാണെന്ന്. പക്ഷെ ഒട്ടുമിക്ക രേഖകളിൽ നമുക്ക് കസ്തൂരി മഞ്ചരിയായിട്ടാണ് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി അറിയപ്പെടുന്നത്. അപ്പൊ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി അങ്ങനെ വൃന്ദാവനത്തില് എത്തിച്ചേർന്നു. അപ്പൊ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി പറയുന്നുണ്ട്, ഞാന് ജഗായി മധായിമാരെക്കാട്ടിലും അധപതിച്ചവനാണ് എന്ന് അദ്ദേഹം സ്വയം പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് വിഷ്ണുവിൻ്റെയും വൈഷ്ണവരുടെയും കൃപ കൂടാതെ ഒരിക്കലും നമുക്ക് ഭഗവാനെയോ നമ്മളുടെ ആചാര്യന്മാരെയോ നമുക്ക് ഗ്ലോറിഫൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ചൈതന്യ ചരിതാമൃതത്തിന്റെ ആദ്യ
അധ്യായത്തിൽ തന്നെ. അതുകൊണ്ട് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ആചാര്യന്മാരെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്, രാധാകൃഷ്ണന്മാരെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്, പഞ്ചതത്വയെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ചാപ്റ്റർ അവസാനിക്കും തോറും ഈ ഷഡ് ഗോസ്വാമികളെ അവർക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് ഓരോ അധ്യായത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ആ അധ്യായം അവസാനിക്കുന്നത് ഷഡ് ഗോസ്വാമികൾക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ്. അപ്പം വൈഷ്ണവരെ ബഹുമാനിക്കേണ്ടത് എത്രമാത്രം പ്രാധാന്യമുള്ള കാര്യമാണെന്ന് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി നമ്മളെ പഠിപ്പിക്കുകയാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകൾ എന്ന് പറഞ്ഞാൽ വളരെ അത്ഭുതകരവുമാണ്, മധുരതരവുമാണ്, അത് അങ്ങേയറ്റം അത്ഭുതകരവുമാണ്. അത് ചൈതന്യ ഭാഗവതത്തിലെ വൃന്ദാവൻ ദാസ് ഠാക്കൂർ അത് ഒരു അമൃത പ്രവാഹം പോലെയാണ് അതിൽ വിശദീകരിച്ചിരിക്കുന്നത്. അപ്പം കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി വിചാരിച്ചു ഞാനത് അതേപടി ആവർത്തിക്കുന്നത്, കാരണം വൃന്ദാവൻ ദാസ് അനുകരിക്കുക എന്ന് പറയുന്നത് അത് അപരാധമായിട്ട് തീരും, അതുകൊണ്ട് അതിനുള്ള യോഗ്യത എനിക്കില്ല. അതുകൊണ്ടാണ് ആ ചൈതന്യ ഭാഗവതത്തിലെ ആ വൃന്ദാവൻ ദാസ് ഠാക്കൂർ എഴുതിയതിൻ്റെ വിപരീതമായിട്ട്, അതായത് ആദിലീലയും മധ്യലീലയും വളരെ ചുരുക്കിയിട്ട് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി അന്ത്യലീല വളരെ വിശദമായിട്ട് വിശദീകരിച്ച് ചൈതന്യ ചരിതാമൃതത്തിൽ എഴുതിയത്. ഇപ്പം കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി വൃന്ദാവനത്തിൽ താമസിക്കുന്ന സമയത്ത് അവിടെ ഷഡ് ഗോസ്വാമിമാർ എല്ലാവരും ഉണ്ട്. രഘുനാഥ് ദാസ് ഗോസ്വാമി ഉൾപ്പെടെ എല്ലാവരും 6 പേരും അവിടെയുണ്ട്. അവരുടെയൊക്കെ ആ സഹവാസം അനുഭവിക്കാൻ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിക്ക് സാധിച്ചു. പ്രത്യേകിച്ചും രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെ. കാരണം എന്താണെന്ന് വെച്ചാൽ രഘുനാഥ് ദാസ് ഗോസ്വാമി നമ്മളത് മനസ്സിലാക്കിയതാണ്, 13 വർഷം മഹാപ്രഭുവിനോടൊപ്പം ജഗന്നാഥപുരിയിൽ ഉണ്ടായിരുന്നു. അപ്പം മഹാപ്രഭുവിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും രഘുനാഥ് ദാസ് ഗോസ്വാമിക്ക് അറിയാം. അതുകൂടാതെ മുരാരി ഗുപ്ത കുട്ടിക്കാലം മുതലുള്ള കാര്യങ്ങൾ, നിമായിയുടെ കാരണം നിമായിയുടെ അയൽവാസിയായിരുന്നു മുരാരി ഗുപ്ത. ഇന്ന് നമ്മൾ ശ്രീ നവദ്വീപിലെ മായാപൂരിൽ ചെന്നാൽ ആ ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആ ഭവനത്തിനോട് തൊട്ട് പിന്നിലായിട്ട് നമുക്ക് മുരാരി ഗുപ്തയുടെ ഭവനം കാണാൻ സാധിക്കും. അപ്പോൾ മുരാരി ഗുപ്ത കുട്ടിക്കാലം മുതലുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരുന്നു. അതുകൂടാതെ സ്വരൂപ ദാമോദരൻ മഹാപ്രഭുവിൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു സ്വരൂപ ദാമോദരൻ. സ്വരൂപ ദാമോദരൻ മഹാപ്രഭുവിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ലീലകളും എല്ലാം അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ രേഖപ്പെടുത്തി വെച്ചിരുന്നു. അപ്പോൾ ഈ 13 വർഷം പുരിയിൽ താമസിച്ചുകൊണ്ട് സ്വരൂപ ദാമോദരന്റെ ശിക്ഷണം അനുഭവിക്കാൻ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിക്ക് സാധിച്ചു. അപ്പം മഹാപ്രഭുവിനെ കുറിച്ചുള്ള പരിപൂർണ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിക്ക് സാധിച്ചു. അത് തന്നെയുമല്ല, വൃന്ദാവനത്തിൽ വന്നപ്പോൾ രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെ ശിക്ഷണം കിട്ടുകയും രഘുനാഥ് ദാസ് ഗോസ്വാമിയിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുകയും ചെയ്തപ്പോൾ മഹാപ്രഭുവിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ കൃഷ്ണദാസ് കവിരാജിന് സാധിച്ചു. അപ്പം ഇതൊക്കെ ചൈതന്യ ചരിതാമൃതം വളരെ എന്താ പറയുക, വളരെ മനോഹരമായിട്ട് പൂർത്തിയാക്കാൻ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിക്ക് സഹായകമായി. അപ്പോൾ വൃന്ദാവനത്തിലെ ഇവരെല്ലാവരും ദിവസവും മഹാപ്രഭുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു, മഹാപ്രഭുവിൻ്റെ ലീലകളുമെല്ലാം. അത് കേൾക്കാൻ വ്രജവാസികളെല്ലാം ഇവരുടെ അടുത്ത് ഒത്തുകൂടും. ദിവസവും 2-3 മണിക്കൂറുകളെ മഹാപ്രഭുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇവരെ ചർച്ച ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഷഡ് ഗോസ്വാമിമാരെല്ലാം ഭൗതിക ലോകം ഉപേക്ഷിച്ചു പോയി, എല്ലാവരും തന്നെ പോയി. കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി അവശേഷിച്ചു, ലോചനദാസ് ഠാക്കൂറും ഉണ്ടായിരുന്നു. അപ്പം അവിടെയുള്ള വ്രജവാസികളെല്ലാം പറഞ്ഞു, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതൊന്നും രേഖപ്പെടുത്തി വെച്ചില്ലെങ്കിൽ ഇനി വരുന്ന തലമുറകൾക്ക് മഹാപ്രഭുവിനെ കുറിച്ച് ഒരു കാര്യവും അറിയാതെ വരും. മഹാപ്രഭു ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചിരുന്നുവെന്നോ മഹാപ്രഭു ഭഗവാനെ പോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ ലീലകൾ നടത്തിയിരുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും ആർക്കും, ഇനി വരുന്ന തലമുറകൾ ആർക്കും തന്നെ അറിവില്ലാതെ വരും. അതുകൊണ്ട് അത് പാടില്ല. അതുകൊണ്ട് ഇത് രേഖപ്പെടുത്തി വെക്കണം. അതിനായിട്ട് എല്ലാവരും കൃഷ്ണദാസ് കവിരാജനെ ചുമതലപ്പെടുത്തി. ആ സമയം അദ്ദേഹത്തിന് 93 വയസ്സിന് മുകളിലാണ് പ്രായം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമുക്കൊക്കെ ഇപ്പോഴേ ഓർമ്മശക്തി കുറവാണ് ഇല്ലേ? നമ്മൾ പലതരത്തിലുള്ള അസുഖങ്ങൾ പിടിപെട്ടാണ് നമ്മൾ കഴിച്ചു കൂട്ടുന്നത്. അപ്പം കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. 93 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും അദ്ദേഹത്തിനോട്
ഈ മഹാപ്രഭുവിനെ കുറിച്ചുള്ള ഗ്രന്ഥം എഴുതണമെന്ന് ആവശ്യപ്പെടുന്നത്. അദ്ദേഹം ആദ്യമൊക്കെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കി. എനിക്ക് കണ്ണിന് കാഴ്ച കുറവുണ്ട്, ഓർമ്മയില്ല, കൈകൾക്കൊക്കെ വേദനയാണ്, എനിക്ക് വേദനയുണ്ട്, രക്തോട്ടമില്ല കൈക്ക്, പെരുപ്പും തരിപ്പും ഒക്കെ ഉണ്ട്, നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് ഇരിക്കാൻ വയ്യ, നടക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, ഇങ്ങനെ ഒരവസ്ഥയാണ്. ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ ഭഗവാനെ കുറിച്ചൊരു ഗ്രന്ഥം എഴുതാൻ എനിക്ക് എങ്ങനെ സാധിക്കും? അതൊരിക്കലും നടക്കില്ല എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. കാരണം അത് എഴുതണമെങ്കിൽ, ഭഗവാനെ കുറിച്ച് എഴുതണമെങ്കിൽ അതിനുള്ള യോഗ്യത വേണം. എനിക്കതിനുള്ള യോഗ്യത ഒന്നുമില്ല. പക്ഷെ എല്ലാവരും നിർബന്ധിച്ച കാരണം അദ്ദേഹം എന്തു ചെയ്തു? അദ്ദേഹം പറഞ്ഞു, ഞാൻ രാധാ മദനമോഹനോട് ചോദിക്കട്ടെ, ആ മദനമോഹൻ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ശ്രമിക്കാം എന്നാണ് പറഞ്ഞത്. അദ്ദേഹം അന്ന് വൈകുന്നേരം രാധാ മദനമോഹൻ ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാന്റെ മുൻപിൽ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് ഭഗവാനോട് അപേക്ഷിച്ചു, എന്നെ എല്ലാവരും ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചുള്ള, അങ്ങയെക്കുറിച്ചുള്ള ഗ്രന്ഥം, മഹാപ്രഭുവിനെ കുറിച്ചുള്ള ഗ്രന്ഥം എഴുതാൻ എല്ലാവരും എന്നോട് ആവശ്യപ്പെടുന്നു. ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് പ്രായമായി, എനിക്ക് ഓർമ്മയില്ല ഒന്നും, എനിക്ക് എൻ്റെ കൈ കൊണ്ട് എഴുതാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് ദുർബലമാണ് എൻ്റെ കൈകൾ, കണ്ണിന് കാഴ്ച കുറഞ്ഞു, എനിക്ക് അധികം നേരം ഇരിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ എങ്ങനെ ഭഗവാനെ കുറിച്ചുള്ള ഗ്രന്ഥം ഞാൻ എഴുതും? അങ്ങയുടെ തീരുമാനം എന്തോ അതുപോലെ ഞാൻ ചെയ്യാം. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നമസ്കരിച്ച് കിടക്കുന്ന സമയത്ത് മദനമോഹന്റെ കഴുത്തിൽ കിടന്ന പൂമാല ഊരി ആ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിയുടെ കഴുത്തിൽ വന്ന് വീഴുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ ഉള്ളവർക്കെല്ലാം മനസ്സിലായി മദനമോഹൻ അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന്. അങ്ങനെ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ശ്രീ ചൈതന്യ ചരിതാമൃതം എഴുതി വയ്ക്കാൻ തയ്യാറായി. ഇതിന് അടിസ്ഥാനമായിട്ടുള്ളത് പ്രധാന കാരണം രഘുനാഥ ദാസ ഗോസ്വാമിയാണ്. അദ്ദേഹം മഹാപ്രഭുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ എല്ലാം വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു മഹത്തായിട്ടുള്ള ഗ്രന്ഥം രേഖപ്പെടുത്താന് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി തയ്യാറായത്. മഹാപ്രഭുവിന്റെ നാമരൂപ ഗുണലീലകളെല്ലാം തന്നെ കൃഷ്ണദാസിന്റെ ഹൃദയത്തില് മാനിഫെസ്റ്റ് ചെയ്തിരുന്നു, സ്വയം പ്രകടമായിരുന്നു. ഇത് ആ ബുക്കിൽ ഉടനീളം പലയിടത്തും കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാന് ഒന്നിനും കൊള്ളരുതാത്തൊരു വ്യക്തിയാണ്, ഒരു വയസ്സനാണ്, എൻ്റെ കൈ വിറയ്ക്കുന്നു, എനിക്ക് ഓർമ്മിച്ചെടുക്കാൻ തന്നെ എനിക്ക് സാധിക്കുന്നില്ല. ഞാന് അന്ധനാണ്, ചെവി കേൾക്കാൻ പാടില്ലാത്തവനാണ്. അങ്ങനെയുള്ള ഞാനാണ് ഇത്ര മഹത്തായിട്ടുള്ള ഒരു ഗ്രന്ഥം എഴുതാൻ തയ്യാറാവുന്നത്. ഇതൊരു സാഹസമെന്നല്ല, അതിസാഹസം തന്നെയാണ് ഞാനിത് കണക്കാക്കുന്നത്. ഭക്തി സിദ്ധാർത്ഥ സരസ്വതി ഠാക്കൂർ ഒരിക്കല് കൃഷ്ണദാസ് ചൈതന്യ ചരിതാമൃതത്തെയും കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിയെയും ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് തൻ്റെ ശിഷ്യരോട് പറയുകയുണ്ടായി, ഇപ്പോൾ ഒരു വ്യക്തി ചൈതന്യ ചരിതാമൃതവും ഭഗവത്ഗീതയും ഭാഗവതവും കൊണ്ട് നടക്കുകയാണ്. അപ്പൊ ആ സമയത്ത് വലിയ മഴ വന്ന് എല്ലായിടവും വെള്ളം പൊങ്ങി, അദ്ദേഹവും വെള്ളത്തിലായി. ഈ ഭൗതിക ലോകം മുഴുവൻ വെള്ളത്തിലായി എന്ന് സങ്കല്പിക്കുക നിങ്ങൾ. അപ്പൊ ഈ വ്യക്തി ബുക്കുകൾ കൊണ്ട് നടക്കുകയാണ്, അദ്ദേഹത്തിന്റെ കഴുത്തോളം വെള്ളത്തിലായി. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭഗവത്ഗീത ആദ്യമേ വെള്ളത്തിൽ വീണു. അത് കഴിഞ്ഞ് അദ്ദേഹം ഭാഗവതവും ചൈതന്യ ചരിതാമൃതവും തലയിൽ വെച്ചുകൊണ്ട് നടന്നു. പക്ഷെ അദ്ദേഹം വെള്ളത്തിൽ മുങ്ങി. വെള്ളത്തിൽ മുങ്ങുമ്പോൾ എന്താ സംഭവിക്കുക? ഭാഗവതം വെള്ളത്തിലായി. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ചൈതന്യ ചരിതാമൃതത്തെ മുറുകെ പിടിച്ചു. അപ്പൊ ചൈതന്യ ചരിതാമൃതം മാത്രം അവശേഷിച്ചു. അപ്പൊ പറഞ്ഞു, എന്തെങ്കിലും കാരണവശാൽ ഭഗവത്ഗീതയും ഭാഗവതവും നഷ്ടപ്പെട്ടാലും ചൈതന്യ ചരിതാമൃതം മാത്രം അവശേഷിച്ചു എന്നിരിക്കട്ടെ, ഈ ഭൗതിക ലോകത്തുള്ളവർ ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ചൈതന്യ ചരിതാമൃതം ഒന്നു മാത്രം അവശേഷിച്ചാൽ മതി, ബാക്കിയെല്ലാം തനിയെ ഉണ്ടായിക്കൊള്ളുമെന്ന്. അത്രയ്ക്ക് മഹത്വമുള്ള ഒരു ഗ്രന്ഥമാണ് ശ്രീ ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്നു. അത് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ചൈതന്യ ചരിതാമൃതത്തെ ഗ്ലോറിഫൈ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ഇത് മാത്രം അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യരാശിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ആരും ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല. കാരണം എന്താണ്? ശ്രീ ചൈതന്യ മഹാപ്രഭു സ്വയം ആ പരമസത്യമാണ്. ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെയാണ്. രാധാകൃഷ്ണന്മാരുടെ കമ്പൈൻഡ് ഫോമാണ്. അവരൊന്നിച്ച്
വന്നതാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട്. ശബ്ദ ആവിർഭാവമാണ്, അല്ലെങ്കിൽ ശബ്ദ അവതാരമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. അതായത് രാധാറാണിയുടെ ആ രാധാ തത്വത്തിന്റെ നിഗൂഢത മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് സ്വയം ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചത്. അതേക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് ചൈതന്യ ചരിതാമൃതത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഇത് ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്നത് ഒരു അതീന്ദ്രിയ സാഹിത്യമാണ്. നമുക്ക് ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും ഇല്ലാത്തത് നമുക്ക് ചൈതന്യ ചരിതാമൃതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ഭഗവത്ഗീത അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഭഗവാനിൽ പരിപൂർണമായിട്ട് സമർപ്പിതരാകാനാണ് ഭഗവാൻ ആവശ്യപ്പെടുന്നത്, ഇല്ലേ? എന്നാൽ ഞാൻ നിങ്ങളെ രക്ഷിക്കാം. അവിടെ നിന്നാണ് ഭാഗവതം ആരംഭിക്കുന്നത്. ഭാഗവതം അവസാനിക്കുന്നതോ നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനം തം നമാമി ഹരിംപദം. അതായത് നാമസങ്കീർത്തനത്തെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടാണ് ഭാഗവതം അവസാനിക്കുന്നത്. ആ ഭാഗവതം അവസാനിക്കുന്നിടത്ത് നിന്നാണ് ശ്രീ ചൈതന്യ ചരിതാമൃതം ആരംഭിക്കുന്നത്. അതായത് ഈ കലിയുഗത്തില് വേറെ ഒന്നുകൊണ്ടും നമുക്ക് രക്ഷയില്ല. മറ്റേ സത്യയുഗത്തിലാണെങ്കിൽ മനുഷ്യനായുസ് 1,00,000 വർഷമായിരുന്നു. അന്ന് തപസ് ചെയ്ത കാലം കഴിച്ചു കൂട്ടാനുള്ള കഴിവ് അന്നത്തെ ആൾക്കാർക്കുണ്ടായിരുന്നു. ഈ 1,00,000 വർഷം എങ്ങനെ കഴിച്ചു കൂട്ടും? അപ്പൊ അവര് 70,000 80,000 വർഷം തപസ്സിൽ മുഴുകി അവര് ഭഗവാനെയും ഒക്കെ ദേവന്മാരെയും ഒക്കെ പ്രത്യക്ഷപ്പെടുത്തിയിരുന്നു. പക്ഷേ പിന്നീട് അത് കഴിഞ്ഞിട്ട് ത്രേതായുഗമായപ്പോൾ മനുഷ്യന്റെ ആയുസ് 10,000 വർഷമായി. 10,000 വർഷമായപ്പോൾ അന്ന് യാഗങ്ങളും ഒക്കെ ആയിരുന്നു ത്രേതായുഗത്തിൽ. അന്നുള്ളവർക്ക് അതിനുള്ള കഴിവേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ദ്വാപരയുഗം വന്നപ്പോൾ മനുഷ്യന്റെ വയസ്സ് 1000 കുറഞ്ഞു. അപ്പോഴും യജ്ഞങ്ങള്, മറ്റ് ദാനം, മറ്റ് ഓസ്റ്ററിറ്റി എല്ലാം അനുഷ്ഠിക്കാനാണ് ദ്വാപരയുഗത്തിലെ ജനങ്ങൾക്ക് വിധിച്ചിരിക്കുന്നത്. പിന്നീട് കലിയുഗത്തിലെ മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് വെറും 100 വർഷം മാത്രമാണ്. അതും 100 വർഷം തേക്കുന്ന എത്ര പേരുണ്ടാവും, ഇല്ലേ? 60 70 ഒക്കെ 76 ഒക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും ഈ ഭൗതിക ശരീരം ഉപേക്ഷിക്കും, അവര് മരണമടഞ്ഞിരിക്കും. അപ്പം ഇത്ര ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തപസ്സനുഷ്ഠിക്കാനോ അല്ലെങ്കിൽ ധ്യാനം പരിശീലിക്കാനോ യോഗ പരിശീലിക്കാനോ ഒന്നും നമ്മൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഈ കലിയുഗത്തിലെ ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് സങ്കീർത്തന യജ്ഞമാണ്. വേറൊരു യജ്ഞവും ഈ കലിയുഗത്തില് വില പോവില്ല. കാരണം മനുഷ്യന് ബുദ്ധി കുറവാണ്, ആയുസ് കുറവാണ്. പിന്നെ യജ്ഞങ്ങളൊക്കെ നടത്തണമെങ്കിൽ അതിന് പരിശുദ്ധിയുള്ള സാധനങ്ങൾ ലഭ്യമല്ല. ഇത് ശരിയായ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ബ്രാഹ്മണരെ ഇന്ന് ലഭ്യവുമല്ല. അപ്പം എല്ലാം കൊണ്ടും കലിയുഗത്തില് ഭഗവാന്റെ തിരുനാമ സങ്കീർത്തനമാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അപ്പൊ അത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഈ കലിയുഗത്തില് അവതരിച്ചത്. കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ചൈതന്യ ചരിതാമൃതം കൂടാതെ ഗോവിന്ദ ലീലാമൃതവും എഴുതിയിട്ടുണ്ട്. ചൈതന്യ ചരിതാമൃതം പോലെ തന്നെ അതിമധുരമായിട്ടാണ് ഉള്ള ബുക്കാണ് ഗോവിന്ദ ലീലാമൃതം. ഗോവിന്ദ ലീലാമൃതം രാധാകൃഷ്ണന്മാരുടെ പാസ്റ്റ് ടൈംസിനെ കുറിച്ചാണ് അതിൽ വർണ്ണിക്കുന്നത്. അത് വായിക്കുകയോ കേൾക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കല്ല് പോലും അലിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. അത്ര മധുരമാണ് ഗോവിന്ദ ലീലാമൃതം. ഈ ഗോവിന്ദ ലീലാമൃത എഴുതിയതിനാണ് ജീവ ഗോസ്വാമി കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിക്ക് കവിരാജ എന്ന ടൈറ്റില് കൊടുത്തത്. വിശ്വനാഥ ചക്രവർത്തിയുടെ ടീക്കയില് കൃഷ്ണദാസ് കവിരാജിന്റെ രാധാപ്രേമം എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ചൈതന്യ ചരിതാമൃതത്തിന് ടീക്ക എഴുതിയതാണ് വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ. അദ്ദേഹം പറയുന്നുണ്ട്, ആ രാധാപ്രേമം കൃഷ്ണദാസ് കവിരാജന്റെ ഉള്ളില് രാധാറാണിയോടുള്ള പ്രേമഭക്തി എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് ചൈതന്യ ചരിതാമൃതത്തിൽ കൂടി മനസ്സിലാക്കാൻ സാധിക്കും. അത്ര ആഴത്തിലാണ് രാധാതത്വം വിശദമാക്കിയിരിക്കുന്നത് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി. അതിലെ ഓരോ വാക്കുകളും ഓരോ അക്ഷരങ്ങളും ആ പരമസത്യത്തെ എടുത്തു കാണിക്കുന്നതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, മധ്യലീലയിലെ 21-ാമത്തെ അധ്യായത്തില്
കാമഗായത്രിയെ കുറിച്ചിട്ട് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ചിലര് പരാമർശിക്കുകയുണ്ടായി ചിലര്. അപ്പോൾ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ പറയുന്നു, അപ്പം അതിനെക്കുറിച്ചും വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറും എഴുതി. അപ്പൊ അന്ന് രാത്രിയിലെ രാധാറാണി സ്വപ്നത്തിൽ വന്നിട്ട് വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറെ വിളിച്ചുണർത്തി, വിശ്വനാഥ എണീക്കും, കൃഷ്ണദാസ് എഴുതിയത് തീർത്തും ശരിയാണ്, അതിനെക്കുറിച്ച് വിരുദ്ധമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാമഗായത്രി 25 സിലബിൾസ് ഉണ്ട്, അത് വളരെ കറക്റ്റായിട്ട് തന്നെയാണ്, ശരിയായിട്ടാണ് കൃഷ്ണദാസ് എഴുതിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് അതിനെ വിമർശിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം എന്താണ്, എൻ്റെ സഖിയാണ് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി. അപ്പം അവൾക്കറിയാം എങ്ങനെയാണ് അത് വ്യക്തമായിട്ട് എഴുതേണ്ടതെന്നുള്ള ജ്ഞാനം ആർക്കുണ്ട്? കൃഷ്ണദാസിന് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അവളെ അനുഗ്രഹിച്ചിട്ടാണ് ഈ ഭൗതിക ലോകത്തിലേക്ക് ഞാൻ വിട്ടിരിക്കുന്നത്. കാരണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഞങ്ങൾ രാധാകൃഷ്ണന്മാരെ കുറിച്ചിട്ട് എഴുതാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൃതികളെ കുറിച്ച് സംശയമില്ല. എന്നാൽ രാധാറാണി വിശ്വനാഥ ചക്രവർത്തിയുടെ സ്വപ്നത്തിൽ വന്ന് അറിയിക്കുകയുണ്ടായി. കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി കസ്തൂരി മൻസരിയാണ്. രാധാറാണിയുടെ ഏറ്റവും അടുത്ത സഖിയാണ് കസ്തൂരി മൻസരി. ഭക്തരത്നാകരയിൽ പറയുന്നുണ്ട്, ശ്രീനിവാസ ആചാര്യരെ വൃന്ദാവനത്തിൽ വന്ന സമയത്ത് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിയെ, രഘുനാഥ് ദാസ ഗോസ്വാമിയെയും രാഘവ പണ്ഡിതനെയും ഒക്കെ കാണാൻ സാധിച്ചു എന്ന് ഭഗ്നരത്നാകരയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജമാഅത്പുരയിലുള്ള കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിയുടെ ഭവനം ഇരുന്നിടത്ത്, അവിടെ ഇന്ന് കൃഷ്ണദാസിന്റെ സഹോദരനായ ശ്യാമദാസിന്റെ 15ാമത്തെ തലമുറകളാണ് ഇന്ന് അവിടെ ഉള്ളത്. അപ്പൊ അവരെ ആ ഭവനം ഒരു ക്ഷേത്രമാക്കി മാറ്റിയിരിക്കുകയാണ്. അവിടെ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങള് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കൃഷ്ണദാസിന്റെ മെതിയടിയും അവിടെ കാണാൻ സാധിക്കും. അതുപോലെ നിത്യാനന്ദ പ്രഭുവിന്റെ ത്രിപാദ മുദ്രയും ഉണ്ട് അവിടെ. പ്രേമവിലാസം അനുസരിച്ചിട്ട് രഘുനാഥ് ദാസ ഗോസ്വാമിയിൽ നിന്നാണ് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ദീക്ഷ സ്വീകരിച്ചിരിക്കുന്നത്. രഘുനാഥ് ദാസ ഗോസ്വാമി ഭൗതിക ലോകം ഉപേക്ഷിച്ചു പോയ അതേ ദിവസമാണ്, അതായത് ആശ്വിന മാസത്തിലെ ശുക്ല ദ്വാദശി തിഥിയിലാണ് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ഭൗതിക ലോകം ഉപേക്ഷിച്ചു പോയത്. അദ്ദേഹത്തിന്റെ സമാധി നമുക്ക് രാധാകുണ്ടില് കാണാൻ സാധിക്കും. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടു. മീനകേതന രാംദാസ് പിന്നെ ഗുണാർണവ മിശ്ര ബഹുമാനിക്കാതെ തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയ സമയത്ത് മീനകേതന രാംദാസിന് ദേഷ്യം വന്നു എന്ന് ഞാൻ പറഞ്ഞു. ദേഷ്യം വന്നിട്ട് ഫ്ലൂട്ട് ഒടിച്ചിട്ട കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ മീനകേതന രാംദാസ് വേറൊരു കാര്യം പറഞ്ഞു. കാരണം എന്താ, ഇവൻ രോമഹർഷണ സുതനെ പോലെയാണ്. എന്താണ് രോമഹർഷണ സുതനുമായി ഉപമിക്കാൻ കാരണം? ഗുണാർണവ മിശ്രയെ രോമഹർഷണ സൂതൻ എന്താ ചെയ്തത് ആർക്കെങ്കിലും പറയാമോ? നിങ്ങളൊക്കെ ഭാഗവതം ക്ലാസ് പതിവായിട്ട് കേൾക്കുന്ന ആൾക്കാരാണ് ദേവകി മാതാജിയുടെ കയ്യിൽ നിന്നും. അപ്പൊ മാതാജി പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ് ഗുണാർണവ മിശ്രയെ രോമഹർഷണ സൂതനോട് താരതമ്യം ചെയ്തത്? ആർക്കെങ്കിലും പറയാമോ? അതെ അതെ, അദ്ദേഹത്തിന്റെ മകനാണ് സൂത ഗോസ്വാമി. അതെ, അതായത് ബലരാമൻ അവിടെ വന്നപ്പോൾ രോമഹർഷൻ വ്യാസാസനത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ വ്യാസാസനത്തിൽ ഇരിക്കുന്നു ഉള്ള ഒരു ഗർവ് കൊണ്ട് ബലരാമൻ സാക്ഷാൽ ഭഗവാനാണ്. ഭഗവാൻ വന്നിട്ടും ബഹുമാനം കാണിച്ചില്ല. അത് ബലരാമനെ ചൊടിപ്പിച്ചു. അതുപോലെയാണ് ഇവിടെ മീനകേതന രാംദാസ് നിത്യാനന്ദ പ്രഭുവിന്റെ ഭക്തനാണെങ്കിലും അദ്ദേഹം ഒരു ശുദ്ധഭക്തനാണ്. നമ്മൾ ശുദ്ധഭക്തന്മാർ ആരുടെ ഭക്തരായാലും നമ്മൾ ശുദ്ധഭക്തരെ ബഹുമാനിക്കണം. അത് ചെയ്യാത്തത് കൊണ്ടാണ് ബലരാമൻ രോമകൃഷ്ണസുതനെ ഒരു ദർഭ പുല്ലുകൊണ്ട് വധിച്ചത്. അതേപോലെ ഇവിടെ വധിച്ചില്ല മീനകേതന രാംദാസ്, പക്ഷേ ഗുണാർണവ മിശ്രയെ ശപിക്കുകയുണ്ടായി, ശ്യാംദാസിനെ ശപിക്കുകയുണ്ടായി.
ശ്യാംദാസിന്റെ ഭക്തി നശിച്ചു അതോടെ. അപ്പം നമ്മൾ ശുദ്ധഭക്തനെ എപ്പോഴായാലും നമ്മൾ ബഹുമാനിക്കണം. നമ്മൾ ആരുടെ ഭക്തനെന്നല്ല നമ്മൾ നോക്കേണ്ടത്, ആരുടെ ശിഷ്യനെന്നല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ശുദ്ധഭക്തന്മാരെ നമ്മൾ എപ്പോഴും ബഹുമാനിക്കണം. ഇതിൽ കൂടി നമ്മളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ശ്രീ ചൈതന്യ ചരിതാമൃതത്തിന്റെ രചയിതാവായ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി രൂപ ഗോസ്വാമിയുടെ രഘുനാഥ ദാസ് ഗോസ്വാമിയുടെയും, അതായത് ഷഡ് ഗോസ്വാമിമാരുടെ ഡയറക്റ്റ് ഡിസൈപ്പിളായിട്ടാണ് കണക്കാക്കുന്നത്. അതേപോലെ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിയുടെ ഡയറക്റ്റ് ഡിസൈപ്പിളാണ് നരോത്തം ദാസ് ഠാക്കൂർ. നരോത്തം ദാസ് ഠാക്കൂർ ശ്രീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറിനെ തൻ്റെ ശിഷ്യനായിട്ട് സ്വീകരിച്ചു. വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ ആണെങ്കിലോ ജഗന്നാഥ് ദാസ് ബാബാജി തൻ്റെ ശിഷ്യനായിട്ട് സ്വീകരിച്ചു. ആ ജഗന്നാഥ് ദാസ് ബാബാജി ഭക്തിവിനോദ ഠാക്കൂറിൻ്റെ സ്പിരിച്വൽ മാസ്റ്ററാണ്, ആധ്യാത്മിക ഗുരുവാണ്. പിന്നീട് ഗൗരകിഷോർ ദാസ് ബാബാജിയെ ജഗന്നാഥ് ബാബാജി ശിഷ്യനായിട്ട് സ്വീകരിച്ചു. അതുപോലെ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ഗൗരകിഷോർ ദാസ് ബാബാജിയെ തൻ്റെ ആധ്യാത്മിക ഗുരുവായിട്ട് സ്വീകരിച്ചു. ആ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ നമ്മളുടെ ആധ്യാത്മിക ഗുരുവായ ആചാര്യനായ ശ്രീല പ്രഭുപാദരുടെ ആധ്യാത്മിക ഗുരുവാണ്. അപ്പം ഇങ്ങനെ പരമ്പരയായിട്ടാണ് വരുന്നത്. എന്നൊന്നുകൂടി പറയാം. 6 ഗോസ്വാമിമാരുടെ ഡയറക്റ്റ് ഡിസൈപ്പിളാണ് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി. കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിയുടെ ശിഷ്യൻ നരോത്തം ദാസ് ഠാക്കൂർ. പിന്നീട് നരോത്തം ദാസ് ഠാക്കൂറിൻ്റെ ശ്രീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ. വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറിൻ്റെ ജഗന്നാഥ് ദാസ് ബാബാജി, അതായത് ഭക്തിവിനോദ ഠാക്കൂറിൻ്റെ സ്പിരിച്വൽ മാസ്റ്ററാണ് ജഗന്നാഥ് ദാസ ബാബാജി. ഭക്തിവിനോദ ഠാക്കൂറിൻ്റെ തന്നെ സ്പിരിച്വൽ മാസ്റ്റർ എന്ന് പറയാൻ പറ്റില്ല എങ്കിലും സ്പിരിച്വൽ മാസ്റ്ററാണ് ഗൗരകിഷോർ ദാസ് ബാബാജി. അതുപോലെ ജഗന്നാഥ് ദാസ് ബാബാജിയുടെ ഡിസൈപ്പിളാണ് ഗൗരകിഷോർ ദാസ് ബാബാജി. ആ ഗൗരകിഷോർ ദാസ് ബാബാജി ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിൻ്റെ സ്പിരിച്വൽ മാസ്റ്ററാണ്. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ നമ്മളുടെ ആധ്യാത്മിക ഗുരുവായ ശ്രീല പ്രഭുപാദരുടെ ആധ്യാത്മിക ഗുരുവാണ്. ഇങ്ങനെ ആണ് നമ്മളുടെ പരമ്പര വരുന്നത്. അപ്പോൾ ആ പരമ്പര എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും മഹത്തായിട്ടുള്ള വ്യക്തികളാണ് നമ്മളുടെ ആധ്യാത്മിക ഗുരുക്കന്മാരായിട്ട് നമ്മളുടെ പരമ്പരയിൽ വരുന്നത്. ഹരേ കൃഷ്ണ. ഇപ്പോൾ വൃന്ദാവൻ ദാസ് ഠാക്കൂറിനെ കുറിച്ചും കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിയെ കുറിച്ചും ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിയെ കുറിച്ച് കുറച്ചുകൂടിയുണ്ട്. അത് നമുക്ക് ചൈതന്യ ചരിതാമൃതത്തിന്റെ അവതാരികയിൽ കൂടി അത് മനസ്സിലാകും. ഇപ്പൊ പറഞ്ഞാൽ നിങ്ങൾക്കത് ക്ലിയർ ആവില്ല. അപ്പം ചൈതന്യ ചരിതാമൃതം കയ്യിലുള്ളവരെ അതിൻ്റെ ആദ്യത്തെ പേജിൽ അതിൻ്റെ മുഖവുര കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ സ്വയം വായിക്കണം. ഇതിലെ ഓരോ വേർഡും ഒരു വാക്ക് ഒരക്ഷരം പോലും നിങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല. വളരെ പ്രാധാന്യമുള്ളതാണ്. ആദ്യമേ നിങ്ങൾ സ്വയം ബുക്കുള്ളവരെ മുഖവുര വായിക്കുക. അത് സ്വയം വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിൽ ആദ്യമേ മഹാപ്രഭു ആരാണ്, ഈ കലിയുഗത്തെ കുറിച്ചിട്ടാണ് ആദ്യം വർണ്ണിക്കുന്നത്. പിന്നെ മഹാപ്രഭു ആരാണ് എന്ന് പറയുന്നുണ്ട്. മഹാപ്രഭുവിനെ കുറിച്ച് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്. അതൊക്കെയാണ് ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത്. പിന്നെ ശ്രീല പ്രഭുപാദരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മലയാളം ട്രാൻസ്ലേഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ പിന്നെ മഹാപ്രഭുവിൻ്റെ ദക്ഷിണേന്ത്യൻ പര്യടനത്തിൽ കേരളത്തിലെ മഹാപ്രഭു വന്നിട്ടുണ്ട്. ആ സ്ഥലങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. മുഖവുര ഒരു 4-5 പേജുണ്ട്, 5 പേജുണ്ട്. അത് നിങ്ങൾ സ്വയം വായിക്കണം. വായിച്ചിട്ട് പിന്നെ ഇതിവൃത്തവും നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം. അത് ചൈതന്യ ചരിതാമൃതത്തിന്റെ ഉള്ളടക്കമാണ്. അവതാരിക ആമുഖവും വായിക്കണം നിങ്ങൾ. അത് വായിച്ച് മനസ്സിലാക്കി അവതാരിക മുതൽ നമുക്ക് എടുക്കാം. ബാക്കി മുഖവുര, പിന്നെ അതിൻ്റെ ഉള്ളടക്കം, ഇതിവൃത്ത, പിന്നെ അത് നിങ്ങൾ സ്വയം വായിക്കുക. വായിച്ചാൽ അത് സിമ്പിൾ ലളിതമായിട്ടുള്ള വാക്കുകളാണ്. അത് വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അവതാരിക മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിയെ നമുക്ക് ഒന്നും കൂടി അടുത്ത് മനസ്സിലാക്കാൻ സാധിക്കും. ഹരേ കൃഷ്ണ. ബുക്കുള്ളവര്
അടുത്ത ക്ലാസ് മുതൽ ബുക്ക് എടുത്ത് വെക്കുക. അതുപോലെ തന്നെ ഒരു ബുക്കും പേനയും എടുത്ത് വെക്കുക. ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും, എങ്കിലും ഒരു ബുക്കും പേനയും കൂടി എടുത്ത് വെക്കണം. ഇത് ഞാൻ മാത്രം പറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്. ശ്ലോകങ്ങൾ നിങ്ങളും കൂടി ഏറ്റു ചൊല്ലണം. നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ അപ്പോൾ തന്നെ പറയണം. നമുക്കൊരു ഡിസ്കഷൻ മാതിരി നമുക്ക് മുന്നോട്ട് പോകാം. ഹരേ കൃഷ്ണ.